വാ ഇരിക്ക്. അതേ ആരും ശല്യമില്ലാത്ത ഒരു സ്ഥലമെന്ന് വിചാരിച്ച നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അയാൾ വന്ന് കയറുന്നു. അതൊന്നും ശരിയായ പരിപാടി. നമ്മൾ ആദ്യം ഒരു വിരട്ട് കൊടുത്തില്ല, ഇങ്ങനെ കയറി വരും. അല്ല, എന്താ ഉദ്ദേശം? എന്താ ചേട്ടന്റെ ഉദ്ദേശം എന്താ? അല്ല, നിന്റെ ഉദ്ദേശം എന്താ? ചേട്ടന്റെ ഉദ്ദേശം എന്താ നിന്റെ ഉദ്ദേശം? ചേട്ടന്റെ ഉദ്ദേശം നിന്റെ ഉദ്ദേശം എന്താന്ന്? ചേട്ടന്റെ ഉദ്ദേശം എന്താ? ഹലോ, രണ്ടുപേരെ ഉദ്ദേശം ഇവിടെ നടക്കൂല. നിങ്ങൾ ആഹാരം കഴിക്കാൻ വന്നെങ്കിൽ ആഹാരം കഴിച്ചിട്ട് പോകണം. ഇയാള് വിചാരിക്കുന്ന ഉദ്ദേശം ഒന്നല്ല ഇവിടെ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ, വലിയ വീട്ടിലെ പെണ്ണ. അറിയോ, ഞങ്ങള് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലിയാ. ഇയാൾ കൂടുതൽ സംസാരിക്കല്ലേ. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. 28ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചില്ല, പിന്നെ 42ാം വയസ്സിലെ കല്യാണം നടക്കുമെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് കല്യാണം പെട്ടെന്ന് അങ്ങ് ഉറപ്പിച്ച്. ശരി, ഇപ്പൊ എത്ര വയസ്സായി? 27 നടപ്പ്. അപ്പൊ 42 കിടക്കും. 42 മുമ്പ് ഇതുപോലെ വർത്താനം ഒന്നും പറയണ്ട. ഇയാൾ അങ്ങോട്ട് പോയ കൂടുതൽ സംസാരിക്കാം. എന്തെങ്കിലും പറയുമ്പോ ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ ഓർഡർ എടുക്കാം. ഓക്കെ. നീ എന്താ ലേറ്റ് ആയത്? എന്റെ ചേട്ടാ, ആക്ച്വലി സംഭവിച്ചെന്ന് വെച്ചാലേ, ഞാൻ രാവിലെ ഇറങ്ങണമെന്ന് വെച്ചാ അപ്പോഴാണ് ഡാഡിയുടെ ബെൻസ് കാർ കേടായത്. പിന്നെ ഞാൻ മമ്മീനെ ബെൻസ് കാർ എന്ന് പറയുമ്പോൾ നല്ല വില വരും. ഓ ചേട്ടാ, 50 ലക്ഷം രൂപയുണ്ട് ബെൻസ് കാർ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഒന്ന് വന്ന് കാണണേ സമയമുള്ളപ്പോ കേട്ടോ. അയ്യോ സോറി കേട്ടോ, സോറി. പിന്നെ പറയാം ബാക്കി. എന്നിട്ടാണ് ചേട്ടാ ബെൻസ് കാർ കേടായപ്പോ ഞാൻ മമ്മീനെ വിളിച്ചേ. മമ്മി പറഞ്ഞു ഓടി കാറി പോവാനേ. നല്ല വിലയില്ലേ ആ കാറിന്? പിന്നെ എന്നാ വിലയാന്നറിയാവോ എന്റെ ചേട്ടാ. എന്നിട്ടാണേ പിന്നെ ഞാൻ ഓടി കാറിൽ വന്നു. ട്രാഫിക് ഫുള്ള് ബ്ലോക്ക്. എനിക്കാണ് എ സി ഇല്ലാതെ പറ്റില്ല കേട്ടോ. ഞാനിങ്ങനെ ഹൈ ലെവൽ എ സി ഒക്കെ കൂട്ടിയിട്ടാണേ ഞാനിങ്ങ് വന്നേ എന്റെ മുത്തിനെ കാണാൻ വേണ്ടിട്ട്. ഇന്ന് ഫുൾ ഏട്ടന്റെ ചെലവാട്ടോ. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? പാപ്പം. ഇവിടെ എന്തൊരു പാപ്പം കിട്ടുവണ്ണാ? ഓ പാപ്പം. എനിക്ക് ഇഷ്ടമുള്ള പാപ്പം എന്ന് വെച്ചാൽ ഈ മുട്ട ഇങ്ങനെ തക്കടു 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 ആക്കത്തില്ലേ, എന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കിട്ടുന്ന പാപ്പം. പപ്സ് പപ്സ്. പിന്നെ കാറിന് എത്ര രൂപ പറഞ്ഞ? 50 ലക്ഷം രൂപയാണ് കാറിന്റെ വില. പിന്നെ 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 ഈ തണുത്ത ഇങ്ങനെ കൊറേ കളർ വെള്ളമൊക്കെ കിട്ടത്തില്ലേ കുടിക്കാൻ വേണ്ടിട്ട്. ഇത് പാപ്പം എവിടെ നിന്ന് കിട്ടിയടാ ഇതിന്? എന്തുണ്ട് ഇവിടെ കഴിക്കാൻ? എന്ത് വേണം? എന്താ ഉള്ളത്? എന്താ ചൂടാണെങ്കിൽ പൊറോട്ട ഉണ്ട്, പൊറോട്ട ദോശ ഉണ്ട്, മുട്ടക്കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. അപ്പൊ പൊറോട്ട മറ്റേ 2 സെറ്റിംഗ് എടുക്ക്. പൊറോട്ട മുട്ടക്കറി പിന്നെ 2 ചായ. ഇത്രേ ഉള്ള കാര്യം. നമ്മളെ ഇച്ചിരി 50 ലക്ഷത്തിന്റെ തലയിൽ കയറും, മനസ്സിലായില്ലേ? സപ്ലയറാ. അവന്റെ വിചാരം കണ്ടു കഴിഞ്ഞാൽ ഈ ഹോട്ടലിലെ മുതലാളിയാണെന്ന്. റെഡിയാണേ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ പിന്നെ വലിയ തിരക്കുള്ള സെറ്റപ്പിലൊന്നുമല്ല നമ്മളിത് ചെയ്തിരിക്കുന്നത്. മുതലാളി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ എന്റെ സത്യസന്ധമായിട്ട് ഞാനിവിടെ നടത്തുന്നു. ഒറ്റയ്ക്കുള്ള പരിപാടിയാണ്. ഞാൻ തന്നെയാണ് പാചകം. അപ്പൊ കേരളീയമായ രീതിയിൽ ഫുഡ് കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഇലയിൽ തന്നെ കൊടുക്കും. പൊറോട്ടയാണ്, അതുകൊണ്ട് ഞാൻ തന്നെ അരച്ചുണ്ടാക്കിയ സാധനമാണ് പൊറോട്ട. ധൈര്യമായിട്ട് കഴിക്കാം. എന്തോടെ കോഴിമുട്ട ഇത്ര ചെറുത്? ഈ കോഴിമുട്ട എന്താണ് ഇത്ര ചെറുതായിട്ടിരിക്കുന്നത്? ഇയാൾ കോഴിമുട്ട ഇതുവരെ കണ്ടിട്ടില്ലേ? സാറേ, ഈ ഇല ഇട്ടത് ഞാൻ, പൊറോട്ട ഇട്ടത് ഞാൻ, പക്ഷെ മുട്ട ഇട്ടത് ഏതോ കോഴിയാണ്. നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ സാറേ? അറിയുന്ന സാധനം ചെയ്തു തരണം കേട്ടോ. കറിയിടാത്ത ബട്ടൺസ് കിടക്കുന്നു. അയ്യോ, ഇന്നലെ എന്റെ ഷർട്ടിന് പോയ ബട്ടൺസ് ആണ്. ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കാം. അതിനകത്ത് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന പേനമെല്ലാം കാണും. നോക്കിയാണ് ചെവിയിൽ വെച്ചിരുന്ന് കാണാനില്ല. ബട്ടൺസ് ഒക്കെ തൊണ്ടയെക്കുറിച്ച് ആള് ചത്തുവത്തില്ല. നല്ല ഭക്ഷണം തരണ്ടോ സാറേ? ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാർ ഇരിക്കണം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് പോകണം. ആയിക്കോട്ടെ. ഈ ചായയുടെ എന്തോടെ കിടക്കുന്നത്? മോളു, ഈച്ച. എടോ, ചായയുടെ ഈച്ച കിടക്കുന്നു. എന്താണോ ഇതിന്റെ അർത്ഥം? അല്ലെ സാറേ, ഇതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ജോലിസനൊന്നുമില്ല. ഈച്ച കിടക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ അഡ്ജസ്റ്റ് കഴിക്കണം സാറേ. നീ കൂടുതൽ വർത്തമാനം പറയണ്ട. ഇതുപോലത്തെ ഹോട്ടലുകൾ അടച്ചു പൂട്ടിക്കണം. നിന്റെ മുതലാളി എനിക്കറിയാം. ഞാൻ അവനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. ഞാൻ കളയിക്കും സാർ. അങ്ങനെ പറയണ്ട. നിന്റെ ഒന്നും വേണ്ട, എടുത്തു വെക്കണം. നിന്റെ പൊറോട്ടയും പാപ്പവും പീപ്പവും ഒന്നും വേണ്ട. നീ വന്നേ. നമ്മള് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഏൽപ്പിച്ചിട്ട് പോയി എന്റെ പാട് വരാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കിടിക്കും പറക്കും. കാരണം കിടില സംവിധായകനായിട്ട് ഞാൻ പോത്തോളൂ. പല ഷോട്ടുകൾ, പല ആംഗിളുകൾ എൻ്റെ മനസ്സിൽ കിടന്ന് നിറയാണ്. എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഈ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എന്തായാലും ആറുമാതിച്ച് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഇവിടെ വെച്ച് ഒരു ഈ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് 10 വർഷത്തിൽ കൂടുതല. നിന്റെ സിനിമ ഉണ്ടാക്കാൻ പോകണം. ഈ ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞു. എനിക്കൊരു വേഷം തരുമെന്ന് പറഞ്ഞു. ഇതുപോലെ നടക്കൂ? എടാ, കഴിഞ്ഞ മാസം ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നേണ്. അപ്പോഴല്ലേ എന്റെ അപ്പൂപ്പൻ ആക്സിഡന്റിൽ മരിച്ചത്. നിന്റെ അപ്പൂപ്പൻ മരിച്ച് ചെലവുണ്ട്. ആരെങ്കിലും മരിക്കുമ്പോ ചെലവുണ്ടെന്ന് പറഞ്ഞു നാണല്ലോ എനിക്ക്? അല്ലെ, മരിച്ചു കഴിഞ്ഞാൽ ചെലവ് ചെയ്യുമല്ല. ഓടാ, മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചെലവ് ചെയ്യൂടാ? വർഷങ്ങളായിട്ടുണ്ട്. എവിടെ യേശു ക്രിസ്തു മരിച്ചതിൽ ഈസ്റ്റർ എന്ന് പറഞ്ഞ ചെലവ് വേണം നാട്ടുകാരെല്ലാം.
അപ്പൊ ഇതും ചെലവല്ലേ? ചെലവുണ്ട്. ഇങ്ങനെ പോടാ കാല. ഇവൻ എന്തൊരു പ്രാന്താണ് അല്ലയാ. എനിക്ക് എന്റെ സിനിമ ഇവിടെ നല്ല രീതിയിൽ എടുക്കണം. അതെടുക്കണം. ആ ഇപ്പൊ സെറ്റപ്പ് വല്ലതും മാറ്റിയാ? അതാ പഴയ കഥ തന്നെ? പഴയ കഥയൊന്നുമല്ല, കുറച്ച് ട്വിസ്റ്റ് ഒക്കെ വരുത്തിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഞാൻ എടുക്കും. ഇവിടെ വെച്ച് എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഓസിന് ചാപ്പാടൊക്കെ തരണത്. എനിക്ക് വേഷവും തരണം. എല്ലാ വേഷമൊക്കെ തരും. എടേ അതൊക്കെ അവിടെ നിന്ന് കിടന്ന് എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക. മറന്നുപോയി. സോറി കേട്ടോ. കുറച്ച് കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ കഥ ഉണ്ടല്ല, ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഇവന്റെ ജീവിതം പൊക്കോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ 10 മണിക്ക് ഇവന്റെ ജീവിതത്തിൽ ഒരു ഇൻസിഡന്റ് നടന്നെന്ന്. അത് പറഞ്ഞുതരാം. ഒരു സിനിമ സ്റ്റൈലിൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, ഒരു 10 മണിയായപ്പോ ചെറിയൊരു ഇൻസിഡന്റ്. പക്ഷെ ഈ സീൻ നടക്കുന്നത് ഇവിടെയല്ല, അത് നേരെ പോണത് ഒരു പാർക്കിലേക്കാണ്. പാർക്കില? അതെ. ഇങ്ങനെ പാർക്കിൽ പോയി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നായകൻ, അതായത് നമ്മുടെ വിവേകിന്റെ ജീവിതകഥയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. വിവേകും വിവേകിന്റെ കൂട്ടുകാരനും കൂടി അവിടുന്ന് നടന്നു വരുന്നു. അങ്ങനെ ഈ വിവേകും കൂട്ടുകാരനും കൂടെ എത്തിയതിനു ശേഷം വിവേകിന്റെ കൂട്ടുകാരെ എന്തോ കണ്ട് ഞെട്ടിയിട്ട് പെട്ടെന്ന് വിവേകിന്റെ അടുത്ത് എന്തോ ഒരു കാര്യം പറയുന്നു. എടാ അത് പറഞ്ഞു വരാനാ. അങ്ങനെ പാൻ ചെയ്യുമ്പോഴാണ്, അതായത് വിവേകിന്റെ കാമുകിയാണ് നമ്മുടെ ഈ പടത്തിലെ മായ ഇങ്ങോട്ട് കടന്നു വരുന്നത്. നായിക കടന്നു വരുന്നു. അതായത് നമ്മള് വിവേക പ്രേമിക്കണ കാമുകി വരുന്നു, ദേഷ്യത്തോടെ വന്നേക്കാണ്. വന്നിട്ട് പിന്നെ ഡയലോഗ്. വിവേകേട്ടാ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? എന്താ ഫോൺ എടുക്കാത്ത? എന്റെ മോളെ ഞാനൊരു ടെൻഷനിലാണ്. എത്ര പ്രാവശ്യം വിളിച്ചു വിവേകേട്ടാ? ഒഴിവാക്കാൻ നോക്കുവാണോ? എന്റെ മായനെ അങ്ങനെയൊന്നും പറയില്ല. ഞാൻ ഒരു ടെൻഷനാണ്. ഞാൻ നിന്റെ അടുത്ത് എങ്ങനെ പറഞ്ഞു? അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്റെ വീട്ടിൽ വേറെ കല്യാണം ആലോചിക്കുക. എടി അത് തന്നെ എന്റെ അവസ്ഥ. എന്റെ വീട്ടിൽ എന്റെ അച്ഛന്റെ കൂട്ടുകാരനെ മോളെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി ആലോചിക്കുന്നത്. ഓഹോ, അപ്പൊ അതാണല്ലേ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? അയ്യോ അല്ല, എനിക്ക് മനസ്സിലാവണ്ട വിവേകേട്ടാ. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ മോളെ കൊണ്ട് ഇവനെ കെട്ടിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. മായ ഇപ്പൊ തക്കാലം ഇവിടെ നിന്ന് പോയിത്താ. ചേട്ടനത് ഏറ്റോ? ഞാൻ ഏറ്റു. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ ഞാൻ ഇവിടുന്ന് പോവാം. പോട്ടോ നമ്മളെ. അങ്ങനെ ഡയലോഗും പറഞ്ഞ് നായിക ഇങ്ങനെ ഔട്ടായി പോകും. നായിക പോയി കഴിയുമ്പോഴാണ് ട്വിസ്റ്റ്. വീണ്ടും നമ്മൾ ആ സീൻ അവിടെ തീർത്തിട്ട് വീണ്ടും പഴയ സീനിലേക്ക് തിരിച്ചു വരുന്നു. ഹോട്ടലിലോട്ട് തിരിച്ചു വരുന്നു. അപ്പൊ ഇവിടെ എത്തി. അപ്പൊ ഇതാണ് സംഭവം. രാവിലെ 10 മണിക്ക് നടന്ന സംഭവം. പിന്നല്ലാതെ. അപ്പം കല്യാണം മുടക്കാൻ വേണ്ടി അത് എങ്ങനെ പരിപാടിയൊക്കെ? കല്യാണം മുടക്കാനുള്ള ഐഡിയ ഒക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്യുന്നില്ലേ, ഒരു കുഞ്ഞ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനാണ് പാട്. വലിയ പാടൊന്നുമില്ലായിരുന്നു, ഒരു ചെറിയ ഐഡിയ. അതായത് ഇവൻ ഇപ്പൊ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുന്ന പെണ്ണിന്റെ അച്ഛന്റെ അടുത്ത് ഇവനെ കാണാൻ വേണ്ടി ഇവിടെ വരാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹോട്ടലില്? അയ്യോ, ഞാൻ സാധനം ഒന്നും റെഡിയാക്കി വെച്ചില്ല. എനിക്ക് ഞാൻ തുടച്ചു വൃത്തിയാക്കി ഇടായിരുന്നല്ലോ. നിന്റെ കുഞ്ഞമ്മയുടെ മോനല്ല വരണേ, മറ്റേ പെണ്ണിന്റെ തന്തയാണ് വരണേ. കൊളവാക്കണം. നല്ല ആഹാരം കൊടുക്കരുത്. ശരി. അങ്ങനെ ഇവിടെ വരുന്നു. ഇവിടെ ആ പെണ്ണിന്റെ അച്ഛൻ വരണ സമയത്ത് തന്നെ ഇവന്റെ ഭാര്യ കടന്നു വരുന്നു. എടാ ഇവൻ മായ കല്യാണം കഴിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ അവിടെ ഇങ്ങോട്ട് കടന്നു പറഞ്ഞത്? എടാ അത് അഭിനയമല്ലേ. എടാ ഈ സിനിമയായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ളല്ലേ. അങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നടിയെ നമ്മൾ ഇറക്കുന്നു. ഇവന്റെ ഭാര്യ എന്നും പറഞ്ഞ് ആ പെണ്ണിന്റെ അച്ഛനെ കാണിക്കുന്നു. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അച്ഛൻ കല്യാണം കഴിഞ്ഞ പയ്യനെ കൊണ്ട് പെണ്ണിനെ കെട്ടിക്കുവോ? ഇപ്പൊ സംഭവം മനസ്സിലായി. അതായത് ഇപ്പൊ കല്യാണം അന്വേഷിച്ച് അവര് വരുന്ന സമയത്ത് ഇവനെ കാണുമ്പോ ഇഷ്ടപ്പെടരുത്. വരുമ്പോ ഇവനൊരു ഭാര്യയുണ്ട്, വേറെ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവര് തിരിച്ചു പോകണം. ഇത്രേ ഉള്ളു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നീ കൂടെ ഒന്ന് സഹകരിക്കണം. ഞാൻ ചെയ്യണം. അതായത് അവര് വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പെണ്ണ് മാത്രം ഒന്നും ആരും അങ്ങനെ വിശ്വസിക്കില്ല. അതുകൊണ്ട് പെണ്ണിന്റെ അച്ഛനായിട്ട് നീ ഒന്ന് അഭിനയിക്കണം. പെണ്ണിന്റെ അച്ഛനായിട്ട് ഞാൻ അഭിനയിക്കണം. നീ പാടാണത്. എന്റെ മോലാളി അറിഞ്ഞ എന്റെ ജോലിയൊക്കെ തിരക്കും. നീ നിന്റെ പണിക്ക് പോയാണ്. നിനക്ക് എന്റെ സിനിമയിൽ അഭിനയിക്കണ്ടേ? സിനിമയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞാൽ ഉള്ള ദോശ ഇതെല്ലാം കൂടെ ഇവിടെ നിന്നോണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾ ഇവിടെ വന്ന് ജ്യൂസും കുടിച്ച് അടിച്ചു പൊളിച്ച് നിൽക്കുവാണല്ലേ? അയ്യോ അല്ല മോളെ, ഞങ്ങളൊരു പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ എത്ര പ്രാവശ്യം വിളിച്ചു? നിങ്ങൾ എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല? അത് സൈലന്റ് ആയി ഇട്ടേക്കുന്നത്. അത് പ്രശ്നമാണ്. ഒരു ചായ എടുത്താലോ? എന്റെ വായിരിക്കണൊന്നും കേൾക്കണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചേട്ടൻ എന്നെ കെട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തീരുമാനം എനിക്ക് അറിയണം. ഇല്ലെങ്കിൽ ഈ ഉത്തരത്തിൽ ഞാൻ കെട്ടി തൂങ്ങി ചാവും. ഈ ഉത്തരത്തിൽ ഞാൻ ഒന്നാമത് മോലാളി പോലും കച്ചവടം ഇല്ലായിരിക്കണം. ഇവിടെ തൂങ്ങി ചത്തു കഴിഞ്ഞാൽ മോലാളി എന്നെ ചീത്ത വിളിക്കും. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വൈകുന്നേരത്തിനുള്ളിൽ എന്താന്ന് വെച്ചാൽ എന്നെ അറിയിച്ചോളൂ. ഈ പരിപാടി പറ്റില്ല. ഒന്നാമത് കച്ചവടം ഇല്ല, മോലാളി എന്നെ പറഞ്ഞു കേട്ടില്ലേ? നീ ഇത് കല്യാണം പൊളിക്കണം. അതിന് നീ അച്ഛനായിട്ട് അഭിനയിക്കണം. ഞാൻ അഭിനയിക്കുന്നില്ല. കെട്ടിത്തൂക്കി ചാവെന്ന് പറഞ്ഞിട്ടില്ലേ? അയ്യോ, ഇവിടെ കെട്ടിത്തൂക്കി എന്റെ ജോലി തെറിക്കും. അപ്പൊ നീ അഭിനയിച്ചേ പറ്റുള്ളൂ. എടാ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാം റെഡി ആയി കാറിൽ ഇരിപ്പുണ്ട്. നീ എല്ലാം സെറ്റ് ചെയ്ത് നിന്റെ കോസ്റ്റ്യൂമും ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഒന്ന് മാറിയിട്ട് തമ്പുരാനായിട്ട് ഒരു ആഠിത്യമുള്ള ഒരാളായിട്ട് വരണം. പിന്നെ എല്ലാം എടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെന്ന്. എന്റെ ജോലി നിന്റെ ജോലിയാണ് വരുന്നത്. അവിടെ കെട്ടി തൂങ്ങണാണ്. അത് ഞാൻ സമ്മതിക്കൂല. ആണല്ലേ? അപ്പൊ ഒരു ധൈര്യമായിട്ട് പോയിട്ട് നീ ഡ്രസ് ചെയ്ത് അച്ഛനായിട്ട് വാ, ഒരു കുഴപ്പമില്ല. നീ പോയി കല്യാണം ചെറുക്കനായിട്ട് വാ. ഇത് എല്ലാം കൂടെ ഞാൻ കിടന്ന് കഷ്ടപ്പെടണം. Hello, എനിക്കറിയാം. Mr. Vivek,
മിസ്റ്റർ വിവേക്, ഞാൻ വിവേകല്ല. എനിക്ക് വിവേകിനെ ഒന്ന് കാണണമായിരുന്നു. വിവേക് എന്റെ കൂട്ടുകാരനാണ്, ഇവിടെ ഉണ്ട്. ആരാണ് അല്ല, മനസ്സിലായില്ല? വിവേക് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരാൻ, ഈ റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്നാണ് വിവേക് പറഞ്ഞിട്ടുള്ളത്. അതെ, വിവേക് പറഞ്ഞു. ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ വിവേകിനെ വേണ്ടിയിട്ട് ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്ന ഒരാളാണ്. കല്യാണം ആലോചിക്കാൻ മറ്റേ ടീം വന്നേക്കാം. കല്യാണം ആലോചിക്കാൻ അതെ. എന്ത് മണ്ടത്തരമാണ് ചേട്ടാ നിങ്ങൾ ഈ പറയുന്നത്? അത്? 3 ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ വിവേകിന് ഇപ്പൊ കല്യാണം ആലോചനയായിട്ട് വന്നേക്കുന്ന? ഏയ്, അതൊരിക്കലും ശരിയാവില്ല. കാരണം വിവേകിന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടാവും, കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണ്. അവന്റെ കല്യാണത്തിന്റെ പാർട്ടിയല്ലേ ഈ റെസ്റ്റോറന്റ് വെച്ച് നടത്തുന്നത്. സംശയം ഉണ്ടെങ്കിൽ നോക്ക്, വിവേകും ഭാര്യയും കൂടെ ദോ വരുന്നുണ്ട്. കൂട്ടിൽ നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂകുന്നു. വിവേക്, അളി ഒരു തമാശ. എന്ത്? 3 ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ് നിനക്ക് കല്യാണാലോചനയായിട്ട് വന്നേക്കുന്നു. അയ്യോ, ഞങ്ങൾ 12 വർഷമായിട്ട് പ്രേമിച്ച് 2 ദിവസം അയാൾ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. മേലെടുത്ത് അപ്പോണ്ട മോന്റെ അതെ 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 അതെ. അത് തന്നെയാണല്ലേ? ചേട്ടാ ചേട്ടനെ എന്നോട് പണ്ടുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പോഴും ഉണ്ടോ? 1000 സൂര്യചന്ദ്രന്മാരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ ജീവന്റെ ഓരോ അണുവിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു. കേട്ടാ ആ സ്നേഹം കണ്ട 3 ദിവസമേ ഉള്ളൂ. മനസ്സിലായി. അല്ല, ഈ കല്യാണമാണ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ആളും പേരും ഒന്നും ബന്ധുക്കളെയും കാണുന്നില്ലല്ലോ. അത് പിന്നെ ബന്ധുക്കളൊക്കെ കുറെ ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ പെണ്ണിന്റെ അച്ഛനകത്തുണ്ട്. പിന്നെ വേറൊരു കാര്യം, വേണമെങ്കിൽ വിളിക്കാം, നിങ്ങൾക്ക് സംശയം മാറാൻ വേണ്ടി വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ ഒരു കോവിലകത്തെ തമ്പുരാനാണ്, ആ രീതിയിൽ വേണം നിൽക്കാൻ, മാന്യമായിട്ട് പെരുമാറി കാണാം. വിളിച്ചോട്ടെ, തമ്പുരാനെ ഇങ്ങോട്ട് എഴുന്നള്ളുക. ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൂമ്പാരപ്പൊട്ടും പോരുളും ആനപ്പുറത്തമ്പോറ്റി തമ്പുരാന്മാരും എന്നെ മനസ്സിലായി കാണും. ഇല്ല. എന്റെ അച്ഛനെ പറഞ്ഞാൽ, എന്റെ പിതാശ്രീയെ പറഞ്ഞാലും മനസ്സിലാവും. രുദ്രപ്രതാപവർമ്മ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഞാൻ കണ്ടിട്ട് പോലുമില്ല. അതെ, തമ്പുരാന്റെ അച്ഛൻ ഭയങ്കര ബിസിനസ് ആയിട്ട് ടൂറിലാണ്. തമ്പുരാൻ ഇപ്പൊ ബിസിനസ് ആയിട്ട് ഭയങ്കര തിരക്കിലാണ്. എന്താ തമ്പുരാൻ താമസിച്ചത്? ഞാൻ പൊറോട്ട അടിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, പൊറോട്ട നാടകം. തമ്പുരാന് പൊറോട്ട നാടകം ഭയങ്കര ഇഷ്ടമാണ്. ടി വിയിൽ എപ്പോ നല്ല കണ്ടോണ്ടിരിക്കും. അല്ലേ തമ്പുരാൻ? പറയൂ, എന്താ താമസിച്ചത്? ഞാൻ തറവാട്ടിന് പുറത്തിറങ്ങിയപ്പോൾ എന്റെ കുട്ടിക്കൊമ്പൻ എന്നെ ഒന്ന് കണ്ടു. എന്താ താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആനകളുള്ള തറവാടാണ് എന്റേത്. അപ്പൊ ഞാൻ അരുമയായിട്ട് സൂക്ഷിക്കുന്ന ഒരു ആനയുണ്ട്. ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ തൊട്ടടുത്തുള്ള കട്ടിലിൽ തന്നെയാണ് ഞാൻ അവരെയും കിടത്തി ഉറങ്ങുന്നത്. ഞാൻ ഇറങ്ങാൻ നേരത്ത് അവൻ എന്നെ ഒന്ന് കണ്ടു. അവൻ എന്നെ കണ്ടതും അലറലോട് അലറൽ. അവൻ എന്നെ കണ്ടതും അലറലോട് അലറൽ. ആന കരയുന്നെന്ന് എടാ, നീ തമ്പുരാനാണ്, അല്ലാതെ പശുവിനെ കെട്ടാൻ വന്നവനല്ല. ഇത് കൈ നിന്നേ പറ്റുള്ളൂ, വേറൊരു നിവൃത്തിയില്ല. പറ, അവൻ അലറലോട് അലറൽ പറയടാ. തമ്പുരാനാണ്, തമ്പുരാൻ. അല്ല, ആനയ്ക്ക് എന്തോ കണ്ടോ? അവൻ അലറലോട് അലറൽ. എന്നെ കണ്ടതും ആന അരലോട് അരലോട്. അലറലോടലറ. ഞാൻ പറഞ്ഞില്ലേ, തമ്പുരാൻ ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു. അമേരിക്കയിലാണ് ബിസിനസ് മൊത്തം. അമേരിക്കയിലാണോ? അതെ, അമേരിക്കയിൽ എവിടെയാണ്? ന്യൂയോർക്ക്, ന്യൂയോർക്ക്. ന്യൂയോർക്ക് എന്നോട് പറഞ്ഞാൽ എനിക്കറിയാമോ? നീ വലിയ ഓർത്ത് പറയാൻ. എടാ കാലമാടാ, സ്ഥലത്തിന്റെ പേരാ പറഞ്ഞ ന്യൂയോർക്ക്. അങ്ങനെ സ്ഥലമുണ്ടോ? ഉണ്ട്, പറ. എന്തോ ചോദിച്ചു. അമേരിക്കയിൽ എവിടെന്നാ പറഞ്ഞത്? അമേരിക്കയിലെ ന്യൂയോർക്ക്. ന്യൂയോർക്ക് തലസ്ഥാനം. അതെ അതെ, തലസ്ഥാനത്ത് ഭയങ്കര ബിസിനസ് ആണ്. ഐഫോണിന്റെ ബിസിനസ് ആണ്. ഓ, ഐഫോൺ. ഓഹോ, അപ്പൊ ആപ്പിളിന്റെ ബിസിനസ് ആണല്ലേ? ആപ്പിളിന്റെ ബിസിനസ് ഉണ്ട്. അതെ, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. അതെ, സീസൺ അനുസരിച്ചാണ്. ഇപ്പൊ ലാസ്റ്റ് വിറ്റപ്പോ 1 കിലോക്ക് 120 രൂപ വെച്ചാണ് ഞാൻ വിറ്റത്. ആ സീസൺ മാറി. ഇപ്പൊ ഓറഞ്ചിന്റെ സീസണാണ്. 40 രൂപയ്ക്ക് തണ്ണിമത്തിന്റെ സീസൺ. നമ്മുടെ ബന്ധുക്കൾ വരുമ്പോ നമ്മൾ സംസാരിക്കാം. തറവാട്ടിലേക്ക് വിളിക്കുന്നു. അവിടെ ആഹാരം കഴിക്കാൻ കാലായിരിക്കുന്നു. തമ്പുരാൻ പൊക്കോളൂ. എന്തിനാ തറവാട്ടിലേക്ക് പോകുന്നത്? ഇത് റെസ്റ്റോറന്റ് അല്ലേ, ഇവിടുന്ന് കഴിച്ചാ പോരെ? ഇങ്ങനെയുള്ള റെസ്റ്റോറന്റിലേക്ക് ആഹാരത്തിന് വിഷാംശമുണ്ടെന്ന് പറ. എന്തിനും പറയരുത്. ഞാൻ അങ്ങനെ ആഹാരം കൊടുക്കുന്നത്. നീ അങ്ങനെ ഞാൻ തന്നെ പൊറോട്ട എടുത്ത് നീ തിന്നിട്ടില്ല. ഓസിനും തിന്നിട്ടില്ല. എന്നെ സിനിമ നന്നാക്കാൻ പറഞ്ഞ് ഓസിനും തിന്നിട്ടില്ല. നീ ഇവിടെ കഷ്ടപ്പെടോ. ഇത് നാടകമല്ലേ, ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി പറ. എന്തോന്ന് പറയുന്നു? എടാ, ഈ റെസ്റ്റോറന്റില്ല, ഞാൻ വെളിയിൽ പോയി പറയൂല, വിഷാംശം ഉണ്ടെന്ന് പറ ആഹാരത്തിൽ തൽക്കാലത്തേക്ക്. എന്റെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നതാണ്. കാര്യം പുറത്തുള്ള ആഹാരത്തിൽ വിഷാംശമുണ്ട്. ആഹാരത്തിൽ വിഷമോ? അതെ അതെ. എന്ത് വിഷം? അജിനാമോട്ടോ.
അജിനാമോട്ടോ. എന്താ ചോദിച്ചോ? അല്ല, ശ്രദ്ധിച്ചില്ല. വിഷത്തിന്റെ കാര്യം പറഞ്ഞു ആധാരത്തിനകത്ത്. വിഷമുണ്ട്. എന്ത് വിഷം? അജിമാമന്റെ ആട്ടോ. അജിമാമന്റെ ആട്ടോ ഉണ്ട്. അജിമാമന്റെ ആട്ടോ. അജിമാമന്റെ ആട്ടോ വിഷം. ഇംഗ്ലീഷ് അമേരിക്ക. ഓക്കെ മിസ്റ്റർ തമ്പുരാൻ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാണ്. അപ്പം ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഓക്കെ. ഇങ്ങനെ ഉണ്ട്. അറ്റ അടി ചെവുക്കല്ല് തന്നോട്ടല്ലേ ഞാൻ. നീ ഇങ്ങനെ കടിച്ച പൊട്ട ഡയലോഗ് പറഞ്ഞ് എനിക്ക് വല്ല അറിയാമോ ഇത്? എന്നാലും അവൻ കിടുക്കി സംഭവം പൊളിച്ച് അയാൾക്ക് മനസ്സിലായി. ഞാൻ എനിക്കൊരു സെൽഫി എടുക്കണം. സംഭവം സന്തോഷത്തിലാണ്. ഈ വെള്ളം എങ്ങനെയാണ് വെക്കണം? ഇങ്ങനെ അത് തിരിച്ചു വെച്ചാൽ മതി. അതാ ഇപ്പോഴത്തെ രീതിയിൽ കറക്റ്റ്. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ. അഭിനയം കിടുക്കി കേട്ടാ. ചേച്ചി സൂപ്പർ ആയിരുന്നു. എന്റെ ജീവിതം രക്ഷിച്ചതിന് വളരെ താങ്ക്സ്. നന്ദിയുണ്ട്. അല്ലെ വേറൊരു കേസ് എല്ലാം വന്ന് അഭിനയിച്ച എല്ലാ കാര്യം നിനക്ക് നിന്റെ മായ കിട്ടും. ഒരു ചിക്കിളി കൊടുത്ത് പറഞ്ഞു. പിന്നത് അപ്പൊ ചേച്ചി സന്തോഷം. ചേച്ചിയുടെ പേയ്മെന്റ് എത്രയാണെന്ന് പറഞ്ഞാല്? അയ്യോ, പേയ്മെന്റ് ഒന്നും വേണ്ട. കണ്ടാടാ, ഇതാണ് കുടുംബ മഹിമ എന്ന് പറഞ്ഞില്ല. അയ്യോ, എനിക്ക് പറക്കാതെ പോയ സത്യം. നല്ല ആ സ്നേഹത്തിനോടുള്ള അവരുടെ എന്റെ ചേച്ചിയായിട്ട് എനിക്ക് എന്തൊരു ശരി. എന്നാലും എന്തെങ്കിലും ഞാൻ പൊറോട്ട ഇറച്ചി ഇവിടെ നിന്ന് തിന്നിട്ട് പോയാ മതി. അതും വേണ്ട. എന്നാലും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം. എന്തെങ്കിലും നിർബന്ധമാണെങ്കിലേ എനിക്കൊരു താലിമാല വാങ്ങിച്ചോണ്ട് വന്നേ. എന്തിനാണ് ചേച്ചി? ചേട്ടൻ എന്നെ കെട്ടാൻ. അയ്യോ, ആ സീന തീർന്ന് അവര് പോയല്ലോ. ഇനി ആ സീനില്ല. ഇനി പൈസ കൊടുത്ത് നമ്മളെ പ്രശ്നം തീർക്കല്ലേ. സീനൊക്കെ തീർന്നു. പക്ഷെ എനിക്ക് ചേട്ടനെ ഒരുപാട് അങ്ങ് ഇഷ്ടമായി പോയി. ചേട്ടൻ നേരത്തെ ഒരു ഡയലോഗ് പറഞ്ഞില്ലേ? 1000 സൂര്യചന്ദ്രന്മാർ. എന്താ ഡയലോഗ് ചേട്ടാ? 1000 സൂര്യചന്ദ്രന്മാർ എന്റെ അണുവിലും നിന്നെ പ്രേമിക്കുന്നു. അനന്ത് ആ ഡയലോഗ് എന്റെ നെഞ്ചിൽ തറച്ചു പോയി ചേട്ടാ. ഇനി എനിക്ക് ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റൂല. എനിക്ക് ചേട്ടനെ വേണം. കളി കാര്യമായി ചേട്ടാ. സംഭവം പൊളിഞ്ഞത്. ഞാൻ ഒരു കാര്യം പറഞ്ഞ അഭിനയിക്കാൻ വിളിച്ചിട്ട് ജീവിക്കാൻ നിൽക്കല്ലേ. ഇടാ തടിമാടനെ പോലെ നോക്കിക്കൊണ്ടിരിക്കാതെ പോയെന്ന് ഭീഷണിപ്പെടുത്തടാ. നിന്നെ പേടിക്കും. എന്റെ ഭീഷണി എന്ന് പറയുമ്പോ ഊച്ചാളി രാഷ്ട്രീയക്കാര് പറയുന്ന പോലെ സ്ഥലം മാറ്റിക്കളയും എന്നൊന്നും ഞാൻ പറയില്ല. ഒന്നുകളയും. ഇവിടെ ചോദിച്ചാ മതി. എന്നോട് ആരുമില്ലല്ലോ. അയ്യോ, അവിടെ പോയി. സിനിമ ഡയലോഗ് പറയാതെ നീ ഒന്ന് ഇത്ര തടിയും തണ്ടുമൊക്കെല്ലടാ നിനക്ക്. നീ ഒന്ന് കണ്ണക്കുറിട്ട് ഇങ്ങനെ ഇറക്കി വിടുന്ന മുതലാളി പറഞ്ഞ എന്റെ ജോലി പോകാൻ കേട്ടോ. നിനക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പൊ വരട്ട് വില്ലൻ വേഷം തരും ഞാൻ. വില്ലൻ വേഷം കട്ടക്കല്ലേ. അത് തന്നെ. അത് നോക്കും കേട്ടാ. പേടിച്ച അവരുടെ അടുത്ത് കളി വല്ല നടക്കാം. കുഞ്ഞുപോൻ ആരാമോ? നിനക്ക് എന്നെ അറിഞ്ഞൂടാ. എന്താ എനക്ക് എന്താ നിനക്ക് എന്താ? നിനക്ക് ഞാൻ ആരെന്നറിയാടാ? ഈ മറ്റാട്ട് മണിക്കോ ചാന്ത ആരെന്നറിയാടാ? എടാ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ച് നോക്കടാ. എടാ അവിടുത്തെ കണ്ടറാക്കും നാട്ടുകാരൊക്കെ പറഞ്ഞോടാ ഈ ചാന്ത ആരെന്നറിയുന്നത്. പയല ചക്കച്ചവണി എന്റെ അടുത്ത് കൂടുതൽ ഡയലോഗ് എടുക്കാൻ നിന്നോട്ടില്ലോ. ഇങ്ങോട്ടേക്കാണ് എന്റെ തനി സ്വരൂപം നോട്ടാ. ചെവിലി ചേർത്ത് ഒട്ടിച്ചേക്കിഞ്ഞ തന്നെ. എന്നിട്ട് ഞാൻ കട്ടപ്പുറത്ത് കൊണ്ടുപോടാ. നാളെ തൊട്ട് മറ്റാട്ട് മണിക്ക് നീ വരുവാടാ. എന്റെ അടുത്ത് കാണിക്കലാം പൊന്ന പയലേ. എന്തൊരു പറ്റി പൊളിഞ്ഞ. ഇനി ഒറ്റ ഐഡിയ ഉള്ളു. ഇവിടെ എവിടെ ഇറക്കണമെങ്കിൽ പോലീസിനെ വിളി. പോലീസിനെ വിളി. സെൽഫി എടുത്തതിന്റെ തെളിവെല്ലാം എന്റെ മൊബൈലുണ്ട്. എന്റെ ഭർത്താവാണെന്ന് തെളിക്കുന്ന എല്ലാ തെളിവും എന്റെ ഉണ്ട്. വിളിക്കേ, എനിക്ക് കാണണം. പിന്നെ പോലീസിനെയൊക്കെ വിളിക്കണത് കൊള്ളാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഈ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിയ ചാവും. എന്തിനാണ് ഇതിന്റെ മേലെ കയറി പിടിക്കാൻ പോണത്? നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. മുതലാളി വന്നാൽ എന്റെ ജോലി പോകുന്നു. നിങ്ങൾ ഇറങ്ങി വിടുന്നു. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട്. പെങ്ങളെ പ്ലീസ്. അയ്യോ, ഇങ്ങോട്ട് ഇവനെയാണോ നീ സ്നേഹിച്ചത്? 6 കൊല്ലം പ്രേമിച്ച ഇവനെയാണോന്ന്? ഇവനെയാണ് അവന്റെ ഭാര്യ താ നിൽക്കുന്നു. 12 കൊല്ലം പ്രേമിച്ചിട്ട് കെട്ടിയതാണ്. അയ്യോ, അവളെ തന്റെ തോന്നി നിൽക്കുന്ന ഒരുത്തൻ. അയ്യോ മാമ, എന്റെ മോക്ക് നീ അല്ലാതെ വേറെ ആരും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി പെണ്ണാലോചിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അറിഞ്ഞില്ല. വീട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്തോണ്ട് ഞാൻ നിന്നെയാണ് അവക്ക് വേണ്ടത്. ഞാനെന്താ
അളിയാ, എന്തെങ്കിലും ചെയ്യാൻ ചേട്ടാ ചേട്ടാ അവൾ എന്തായാലും പോയി ഞാൻ അവിടെ ഒളിച്ചിട്ട് വരണേ അങ്ങോട്ട് എവിടെ? എടാ ഇത് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. എന്റെ ജോലി തെറിക്കുന്ന കേസാണ്. അളിയ ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. അളിയ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ഇല്ലേ എന്റെ സിനിമയുടെ മറ്റേ പ്രേമകഥ. പിന്നെ നിന്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞില്ലേ എടാ അതിൽ എഴുതിയേക്കുന്ന പോലെ തന്നെ ഇവന്റെ ജീവിതത്തിൽ നടക്കുന്നടാ. എടാ അതായത് ഇതില് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ഇല്ലേ അതിൽ നായകൻ കല്യാണം മുടക്കാൻ വേണ്ടി വേറൊരു പെണ്ണിനെ കൊണ്ടുവരുന്നു. ആ പെണ്ണ് ഇവന്റെ തലയിലാവുന്നു. അത് തന്നെടാ ഇത്. മറ്റുള്ള വേറെ കെട്ടിച്ചു വിടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിന്റെ കഥയായത്. എടാ അതിനുശേഷം നായകൻ എന്ത് പറ്റിയെന്ന് പറയടാ. അത് അങ്ങനെ പിടിച്ചു വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ഇവനെ രക്ഷപ്പെടാവല്ലോ. ആ രക്ഷപ്പെടാറുണ്ട്. ക്ലൈമാക്സ് അതാണ്. അതായത് വേറൊന്നുമല്ല ഇപ്പൊ പെട്ട് നിൽക്കാണല്ലോ. അതായത് മറ്റേ കാമുകി പോയി മറ്റേ പെണ്ണ് വന്ന് നിന്റെ തലയിലായി പെട്ട് നിൽക്കുന്നു. ഇതേ സമയം ഈ നായകൻ ഒരു ബുദ്ധി തോന്നുന്നു. അത് മതി അത് പറഞ്ഞു രക്ഷപ്പെട്ടു. ആ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേ റെസ്റ്റോറന്റില് ഈ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി നായകനും ചാകുന്നു. എടാ എല്ലാവർക്കും കൂടെ കെട്ടിത്തൂങ്ങി ചാൻ വേണ്ടി സെൻട്രൽ ജയിലിലെ തൂക്കുമാരോ വിളിച്ചോണ്ട്